വീഡിയോ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്നല്ല വിചാരിച്ച് തുടങ്ങിയത്. പക്ഷെ അത് ആദ്യം നിർത്തേണ്ട വന്നു. അങ്ങനെ ഇതൊരു വ്ളോഗ് ആക്കേണ്ട വന്നു. കാലത്ത് തന്നെ ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ എണിച്ചിട്ടുണ്ട്. എന്നിട്ട് സുഖമെല്ലാം നിസ്കരിച്ചിട്ട് ബ്രഷെല്ലാം ആക്കി എന്നിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് ചായ എല്ലാം വെക്കുന്നുണ്ട്. അന്താനും അതും എൻ്റെ ഒക്കെ എണിച്ചിട്ടുണ്ടായിന്. ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. അന്താനും അതങ്ങനെ അവിടെ ടോയ്സെല്ലാം ഇട്ടിട്ട് എത്തിയിട്ടുണ്ട്. ഉമ്മോറെ നോക്കാനുണ്ട്. നമുക്ക് ഉമ്മാക്കുള്ള 2 ഗ്ലാസ് ചായ ആക്കിയിട്ട് ഒരു ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നു. ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് ഞാനിത് ഫേസ് എല്ലാം വാഷാക്കുന്നുണ്ട്. ഇത് സെറ്റഫിലിൻ്റെ ക്ലെൻസർ ഞാൻ യൂസ് ആക്കുന്നത്. നല്ല മാറ്റം ഉണ്ടായിരുന്നു മുഖത്തിന്. പുറത്ത് നല്ല മഴയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെളിയെല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും അതുമൊക്കെ തന്നെ എനിക്കുന്നുണ്ട്. കിടന്ന ബെഡൊന്ന് നിരക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഇപ്പോൾ ബെഡെല്ലാം വാങ്ങി ശരിയാക്കുന്നുണ്ട്. അന്താനും അതും കൂടെ കളിക്കുന്നുണ്ട്. കുറേ കാലത്ത് അണിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. അന്താനിന്ന് വലിയ മൂട്ടിലില്ല. ഓനങ്ങനെ ഒരു ലാഗ് അടിച്ചിട്ടിരുന്നിട്ടുണ്ട്. കുഞ്ഞിക്ക് ഓനൊരു കളിക്കുന്ന സാധനം കൊടുക്കുന്നുമില്ല. അപ്പോൾ അതും ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞാകുമ്പോൾ മാനേജാക്കാൻ കുറച്ച് പണിയുണ്ട്. ആദ്യം ബേബിക്ക് ഒരു സാധനവും അന്താനെ കിട്ടലില്ല. പിന്നെ അത്ര മനസ്സുണ്ടെങ്കിൽ മാത്രം അന്താനെ ഇപ്പം ഒന്ന് കൊടുത്താൻ കഴിയും. ബെഡെല്ലാം സെറ്റാക്കിയിട്ടായിട്ട് ടാബ്ലും കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ നനച്ചിട്ട് ഉണങ്ങിയ തുണിയെല്ലാം അവിടെ മടക്കിയിട്ട് വെക്കാനുണ്ടായിന്. പിന്നെ എല്ലാം എടുത്തിട്ട് കുഞ്ഞിൻ്റെ ടോയ്സ് അതെല്ലാം ഉണ്ട് ടേബിളിൽ. അങ്ങനെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നത്. ടേബിൾ വാട്ടർ ബോട്ടിൽ ഉണ്ടായതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നത് ഞാൻ. അതിൻ്റെയായിട്ട് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയറിനായിട്ടൊരു ടൈമില്ല. ഇങ്ങനെ പണീൻ്റെ ഇടയിലെല്ലാം ഓരോന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ടായിട്ട് അന്താൻ്റെ ആദമിൻ്റെ ഡ്രസ്സെല്ലാം മടക്കിയിട്ട് വെക്കാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം മടക്കിയിട്ട് ഓരോ ബാസ്ക്കറ്റിൽ വെക്കുന്നത്. ആദം ബേബി അതിൻ്റെ ഇടയിൽ ഞാൻ മടക്കിയിട്ട് വെച്ചതിന് ഓരോന്ന് അതിന് എടുത്ത് താഴെ ഇടുന്നുണ്ടാവും. ഞാനിപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ. ആദം ബേബിക്ക ഇങ്ങനെയെല്ലാം കളിക്കാൻ ഇഷ്ടം. ബാസ്ക്കറ്റിൽ അങ്ങനെ ജനൽ പിടിച്ചിട്ട് അങ്ങനെ എല്ലാം കളിച്ചുകൊണ്ടുണ്ടാവും. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ആദമീവിനെ ഞാൻ ഉറക്കിയിട്ടെല്ലാമായിട്ട് കിച്ചണിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അപ്പം ചൂടാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദോശ. അപ്പോൾ എല്ലാ ദിവസവും ദോശ തന്നെയല്ല. എൻ്റെ വ്ളോഗിലധികം ദോശ കാണണമെങ്കിൽ എല്ലാ ദിവസവും ദോശയല്ല, ഒരു ദിവസം മാറിയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ദോശ ഇപ്പോൾ ചുടുന്നത് ദോശ ചട്ടിയിലല്ല, ഇങ്ങനത്തെ ഫ്രൈ പാനിൽ ചുടുന്നത്. അപ്പോൾ വേഗം ചുട്ടിട്ടാവും. ഈ കുഞ്ഞെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം സ്പീഡാണ്ടേ. പിന്നെ ഫ്രൈ പാനിലാകുമ്പോൾ ഓയിൽ യൂസ് ആക്കണ്ടല്ലോ. അതും വിചാരിച്ചിട്ട് ഇങ്ങനെ ചുടുന്നത്. അപ്പെല്ലാം ചുട്ടിട്ടായിട്ട് ഞാനും ഉമ്മാവും അന്താനെല്ലാം തിന്ന്. എന്നിട്ട് ബേബി അണിച്ചിട്ടാകുമ്പോൾ ബേബിക്കും കൊടുത്ത്. അത് കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് ഡ്രസ്സ് നനക്കാനെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഡ്രസ്സ് ഞാൻ മെഷീനിലിടുന്നു. അന്താൻ ഇന്ന് കാലത്ത് മുതലേ ഒരു നേരമില്ല, ഒരു ചാമവും ഇങ്ങനെ ജലദോഷമെല്ലാമായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുറച്ച് നല്ലോണം ആകുന്ന പോലെ തോന്നിയിട്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. അവനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തല്ല കൊണ്ടുപോയത്, ജസ്റ്റ് ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഓന് കഴിയുന്നില്ല, അങ്ങ് അടങ്ങിയിട്ടൊന്നും നിൽക്കുന്നില്ല. അവിടെ ഇടയിൽ പാഞ്ഞുകൊണ്ടും അവൻ്റെ ബാക്കിൽ തന്നെ പായണ്ട വരുന്നുണ്ട്. അതും ഇവന് അളക്കിയിട്ട് പോയോണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചിട്ടായിട്ട് അങ്ങനെ വൈകിട്ട് പൊരുക്കുമായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഷോപ്പിലെല്ലാം കയറിയിട്ട് സാധനമെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ അന്താന് ഭയങ്കര കരച്ചിലും ഇതെല്ലാം ആയതുകൊണ്ട് ഞാനങ്ങനെ വ്ളോഗ് എടുക്കുന്നില്ല, മതിയാക്കി. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.